ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് ദിവസമായല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അതിന് കുറേ റീസൺസ് ഉണ്ട്. ഒത്തിരി ബിസി ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ. അപ്പം ഇനി തൊട്ട് റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടാം എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ലെറ്റ് മീ ആസ്ക് യു ഫ്യൂ ക്വസ്റ്റ്യൻസ് കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു ഷോറൂമിൽ കയറി പോകുമ്പോഴത്തേക്ക് ഇന്റീരിയേഴ്സിനായിട്ട് അവിടെ കാണുന്ന സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ട് ഇതേപോലത്തെ സെറ്റപ്പാണ് എൻ്റെ വീട്ടിൽ വേണ്ടത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഫർണിച്ചർ സ്റ്റോറിൽ പോയി അതേപോലത്തെ അടിപൊളിയായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫർണിച്ചറൊക്കെ മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അതേപോലെ കുറേ അടിപൊളി ആർട്ടിഫാക്ട്സ്, അതായത് വാൾ ഹാങ്കിങ്സും കൾച്ചേഴ്സും ഇങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് മാത്രമല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ എവിടെയെങ്കിലും ഒക്കെ കണ്ട സാധനങ്ങൾ നിങ്ങൾ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇങ്ങനെ ഇതെല്ലാം സെറ്റപ്പും ചെയ്തിട്ടും നമുക്ക് എന്തോ ഒരു ഫീൽ കിട്ടുന്നില്ല. അവിടെ കണ്ടതുപോലത്തെ ഒരു കോസിനെസ് ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. വേറെ എവിടെ നമ്മൾ കണ്ടാലും നമ്മളുടെ വീട്ടിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന നമ്മളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചായിരിക്കണം അല്ലേ. മറ്റൊരു സ്ഥലത്ത് അത് ചിലപ്പോൾ നല്ലതായിരുന്നിരിക്കാം, പക്ഷെ നമ്മളുടെ വീട്ടിൽ വെക്കുമ്പോഴത്തേക്ക് പല ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ആണ്. അതായത് വീട്ടിന്റെ സൈസ്, വെളിച്ചം എത്രയാണ് കിട്ടുന്നത്, അതിന്റെ ലേ ഔട്ട് എന്താണ്, വീട്ടിന്റെ ഫ്ലോർ പ്ലാൻ എന്താണ്, വലിയ ഹാളാണോ, അപ്പോൾ കുറച്ചുകൂടി ഫർണിച്ചർ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വെക്കാനുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പം ഒരു തീം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ നോർമൽ ലേമാൻ എന്നുള്ള സ്ഥിതിക്ക് ചിലപ്പോൾ അതിനുള്ള ഒരു പ്രോപ്പർ ഐഡിയ നമുക്ക് ചിലപ്പം ഉണ്ടാവത്തില്ല അല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടി വരും. സോ ബേസിക്കലി ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നത് എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ സ്പേസിനെ നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുക ആൻഡ് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുക ആൻഡ് സിംപ്ലിഫൈ ചെയ്ത് കോസി ആൻഡ് യുണീക്ക് ആക്കി മാറ്റാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ഫോർ ദോസ് ഹു ആർ വാച്ചിങ് മൈ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം. മൈ നെയിം ഇസ് സുനീത. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈനിനെ കുറിച്ച് എന്തൊക്കെ സംശയങ്ങളുണ്ടോ എൻ്റെ ഈ ചാനലിൽ വന്നാൽ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ പോരാ. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് പറയുക, സ്റ്റാർട്ട് വിത്ത് എ ക്ലിയർ പ്ലാൻ. ഞാനിത് പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ യാതൊരു മടിയുമില്ല കേട്ടോ, ബിക്കോസ് പ്ലാനിങ് ആണ് ഏറ്റവും ക്രൂഷ്യൽ. അപ്പോൾ ഒരു പ്രോപ്പർ പ്ലാനിങ് എന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് 3 Ds എന്ന് ഞാൻ പറയാറുണ്ട് അല്ലേ. ഡിസ്കസ് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക ആൻഡ് ഡിസൈൻ ചെയ്യുക. നമ്മൾ നമ്മുടെ വീട്ടുകാരും ഒക്കെ ആയിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യുക. രണ്ടാമത്തത് എന്തൊക്കെയാ വേണ്ടത് പലർക്കും എന്നുള്ള ശേഖരിച്ചിട്ട് അതിലേതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു ഒരു ഡിസിഷനിൽ വരിക. ആൻഡ് ദെൻ നമ്മൾ ഡിസൈൻ ചെയ്യുക. നമുക്കുള്ള അവൈലബിൾ സ്പേസിനെ നമുക്ക് വേർതിരിക്കണം അല്ലേ. അതായത് വർക്ക് സ്പേസ് എന്താണ്, നമ്മളിപ്പം ഓഫീസ് വീട്ടിൽ തന്നെ സെറ്റപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതാണ്, കുക്ക് ചെയ്യാനായിട്ട് എങ്ങനെ അതിനെ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും, അതായത് സ്റ്റോറേജ് ആവശ്യത്തിന് ഉണ്ടാവണം, പിന്നെ ഒരു 3 പേർക്കെങ്കിലും മൂവിങ് അറൗണ്ട് സ്പേസ് അവിടെ ഉണ്ടോ, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഡിഫൈൻ ചെയ്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുക. കഴിയുന്നെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ ഇമേജസ് കാണുന്നുണ്ടോ, പിക്ചേഴ്സ് കാണുന്നുണ്ടോ, അത് ഇന്റർനെറ്റിലാകട്ടെ, ആരുടെയെങ്കിലും വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാകട്ടെ, ഷോറൂംസിൽ പോകുമ്പോൾ ഇഷ്ടപ്പെടുന്ന, അങ്ങനെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതെല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്ത് ഒരു പെൻഡ്രൈവിലാക്കി വെച്ചേക്കാം. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇന്റീരിയർ ഡിസൈനറിനെ കണ്ടെത്തുക. ഇന്റീരിയർ ഡിസൈനറിനെ കാണുമ്പോഴത്തേക്ക് അതിൽ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് എക്സിക്യൂഷൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് വെറും ഡിസൈൻ കൺസൾട്ടേഷൻ മാത്രം എടുക്കുക. ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ സ്റ്റെപ്പ് എന്താണെന്നറിയോ, മെഷർമെന്റ്സ് ആണ്. ഫ്ലോർ പ്ലാൻ മാത്രമല്ലാതെ അതിന്റെ എൻഡ് ടു എൻഡ് വിൻഡോസ് എവിടെയാണ്, ഡോർസ് എവിടെയാണ്, അങ്ങനെ എല്ലാം കണക്കിലെടുത്ത് കറക്റ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് മെഷർമെന്റ്സ് എടുക്കണം. എന്നിട്ട് വേണം നിങ്ങളുടെ ഡിസൈൻ വർക്ക് നിങ്ങൾ ഒഫീഷ്യലി തുടങ്ങാനായിട്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയോ, ഫങ്ഷൻ ഓവർ ഫോം. ഇതിനെ എക്സ്ട്രാ എംഫസൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ലുക്ക് മാത്രം ഇഷ്ടപ്പെട്ടിട്ട്, അതായത് ഒരു സാധനം അടിപൊളിയാണ് പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത് നല്ലതായിരിക്കും എന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ അത് കാരണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഒട്ടും ചേരാത്തൊരു സാധനമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മാട്രസ് ആകട്ടെ, എക്സ്പെൻസീവ് ആയിട്ടൊരു മാട്രസ് മേടിച്ചത് കൊണ്ട് അത് വളരെ നല്ലതായിരിക്കണം എന്നില്ല കേട്ടോ. എനിക്കിപ്പോൾ ഈ ഇടയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഒരു അടിപൊളിയായിട്ടുള്ളൊരു മാട്രസ് ഞാൻ മേടിച്ചു. ബിക്കോസ് ഐ തോട്ട് നല്ല ലക്ഷറിയസ് ആയിട്ട് ഒരു മാട്രസ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നു. പക്ഷേ എനിക്ക് അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ബാക്ക് പെയിൻ ഉള്ള ഒരാളാണ്. ഒരു ബാക്ക് പെയിൻ ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് ചില മാട്രസേ ചേരത്തുള്ളൂ. ചിലപ്പം ചിലർക്ക് വളരെ ഹാർഡായിട്ടുള്ള മാട്രസ് ആയിരിക്കും ചേരുക, ചിലർക്ക് സോഫ്റ്റും അല്ല ഹാർഡും അല്ല മീഡിയം ആയിട്ടുള്ള ഫേംനെസ് ആയിരിക്കും ചേരുക.
സോ അപ്പോൾ നമ്മുടെ കംഫർട്ട് അനുസരിച്ചിട്ട് വേണം നമ്മൾ അതിനെ ചൂസ് ചെയ്യാനായിട്ടുള്ളത്. മാത്രമല്ല സോഫാസ് ആണെങ്കിലും വളരെ കോംഫി ആയിട്ട് ഉള്ള സോഫാസ് ഉണ്ടായിരിക്കും. ചിലതൊക്കെ ഭയങ്കര ഹാർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ ഹാർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടിരിക്കും. ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണം ചെയ്യാൻ. സോ ഫങ്ഷൻ ഓവർ ഫോം എന്ന് പറയുമ്പം സോഫാസും ഫർണിച്ചർ മാത്രമല്ല കേട്ടോ, കിച്ചണിലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കൗണ്ടർ ടോപ്പ് ഹൈറ്റ് എന്താണ്, നമ്മുടെ വാൾ ക്യാബിനറ്റ്സിന്റെ ഹൈറ്റ് എന്താണ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ 2 കിച്ചൺ ഉണ്ടാക്കി വെച്ചിട്ട്, ഞാൻ ഇത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, 2 കിച്ചൺ ഉണ്ടാക്കിയിട്ട് ഒരു കിച്ചൺ യൂസ് ചെയ്യാണ്ട് ജസ്റ്റ് ഷോ കിച്ചൺ ആയിട്ട് വെച്ചേക്കുക, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനം എടുക്കാൻ. ഫങ്ഷൻ ഓവർ ഫോമിന്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നമുക്ക് കാർപ്പറ്റ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് കുട്ടികൾ, പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് ഡസ്റ്റി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അല്ലേ. ഇന്ത്യയിൽ നമ്മൾ ഒരു കാർപ്പറ്റ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളോട് തന്നെ ചോദിക്കുക, നമുക്ക് എപ്പോഴും അത് വാക്യൂം ക്ലീനർ വെച്ച് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റുമോ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന്. അങ്ങനെ നിങ്ങൾക്ക് മെറ്റിക്കുലസ് ആയിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ കാർപ്പറ്റ് ഇടാൻ പാടുള്ളൂ. എന്നോട് പേഴ്സണലി ചോദിച്ചാൽ എനിക്ക് കാർപ്പറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു ഒരു ഏരിയനെ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട്, അത് സെപ്പറേറ്റ് ചെയ്ത് ബൈഫക്കേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുള്ള ഒരു കാര്യമാണ് കാർപ്പറ്റ്സ്. ലെതർ സോഫാസ്, റിക്ലൈനേഴ്സ്, ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയി ഹാളിൽ, ലിവിംഗ് റൂമിൽ ഇടും. പ്രോബബ്ലി എപ്പോഴും ഇങ്ങനെ AC ഓൺ ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ചൂട് ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചൂടുള്ള ഒരു ക്ലൈമറ്റ് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് ലെതർ സോഫാസ് മേ നോട്ട് ബി ദ ബെസ്റ്റ് തിങ്. എന്ത് സോഫയാണ് മേടിക്കാൻ പറ്റുക? ഫാബ്രിക് ഉള്ള സോഫാസ്. ഫാബ്രിക് സോഫയുടെ ഗുണം എന്താണ്? അത് ഇതിൽ ചൂട് അങ്ങനെ പുറത്തോട്ട് എമിറ്റ് ചെയ്യത്തില്ല, ആൻഡ് കുറച്ചുകൂടെ ഒരു കൂളിംഗ് ഇഫക്റ്റ് ഉള്ളതായിരിക്കും. ഫർണിച്ചറും കാര്യങ്ങളും നമ്മൾ മേടിക്കുന്ന സമയത്ത് വേറൊരു കാര്യം എന്നാൽ, കഴിയുന്നിടത്തോളം നമ്മൾ അവിടെ ഷോറൂമിൽ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യുക, അവിടെ ഇരുന്ന് നോക്കുക. മാട്രസിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ അതിൽ കിടന്ന് നോക്കുക, ഇരുന്നല്ല, നമ്മൾ കിടന്ന് നോക്കുക. ചമ്മലൊന്നും വേണ്ട, ബിക്കോസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 8 hours നമ്മൾ അതിൽ 7 to 8 hours നമ്മൾ രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങേണ്ട ഒരു സാധനമല്ലേ. സോ അപ്പോൾ ഒരു ചമ്മലും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബേസിക്കലി എന്താണ്? പ്രാക്ടിക്കൽ ആയിട്ടിരിക്കുക. അടുത്ത പോയിന്റ് എന്താണ്? യൂസിങ് മിറേഴ്സ് ടു എക്സ്പാൻഡ് യുവർ സ്പേസ്. മിറേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വാൾസിൽ നമുക്ക് സ്പേസ് ഡബിൾ ആയിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ സ്പേസ് എൻഹാൻസ് ചെയ്യാം എന്ന് പലർക്കും അറിയാമെന്ന് തോന്നും. പക്ഷേ അതിൽ വേറൊരു ക്യാച്ച് ഉണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന സ്ഥലത്ത് എല്ലാം മിറേഴ്സ് വെക്കാൻ പാടില്ല. ബിക്കോസ് ചില സ്ഥലങ്ങളിൽ ഒരുപാട് മിറേഴ്സ് ഉണ്ടെങ്കിൽ സ്പേസ് വളരെ ഓക്വേർഡ് ആയിട്ടും ഫീൽ ചെയ്യും. അതായത് വേണ്ടാത്ത സാധനങ്ങൾ ഡബിൾ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ മിറേഴ്സ് ബേസിക്കലി നമ്മൾ എവിടെയൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? എൻട്രി വേ, അതായത് ഫോയറിന്റെ അവിടെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഒരു ഗുഡ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. വേറൊരു ലോജിക് ഉണ്ട് കേട്ടോ. എൻട്രൻസിന്റെ അവിടെ എന്തുകൊണ്ടാണ് മിറേഴ്സ് വേണം എന്ന് പറയുന്നത്? പെട്ടെന്ന് ഒരു ഗ്ലിംസ് നമുക്ക് തന്നെ നമ്മളെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങിപ്പോവാം. പിന്നെ ഹോൾവേസ്, അതായത് വളരെ നാരോ ആയിട്ടുള്ള പാത്ത് വേസ് ആണ്, നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ അവിടെയും മിറേഴ്സ് പ്ലേ എ വെരി വെരി വൈറ്റൽ റോൾ. പിന്നെ ഡൈനിങ് ഏരിയയുടെ അവിടെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് വൈഡർ ആയിട്ട് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ മിറേഴ്സ് യൂസ് ചെയ്യാം. അതേപോലെ ബാത്റൂംസിൽ വാനിറ്റി ക്യാബിനറ്റ്സിൽ മിറേഴ്സ് യൂസ് ചെയ്യാം. എസ്പെഷ്യലി ചെറിയ ബാത്റൂംസ് ആണെങ്കിൽ മിറേഴ്സ് വലുതായിട്ട് വെക്കുകയാണെങ്കിൽ ആ സ്പേസ് ശരിക്കും വലുതായിട്ട് ഫീൽ ചെയ്യും. അടുത്ത പോയിന്റ് ലൈറ്റിങ്ങിനെ കുറിച്ച്. ലേയേഴ്സ് ഓഫ് ലൈറ്റ്. ലൈറ്റ്സിന് നമ്മൾ പല ലേയേഴ്സ് ആയിട്ട് കൊടുക്കണം. ട്യൂബ് ലൈറ്റ് മാത്രം ഇടാണ്ട് പല പല ലേയേഴ്സ് ഓഫ് ലൈറ്റ് ഇടുക. വാൾ ലൈറ്റ്സ്, ഇപ്പം പുറകെ കാണുന്ന പോലെ ടേബിൾ ലാംപ്സ്, ഫ്ലോ ലാംപ്സ്, പിന്നെ ഫോൾ സീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ സട്ടിൽ ആയിട്ടുള്ള കോവ് ലൈറ്റ്സ് കൊടുക്കുക. കിച്ചൺസിൽ തന്നെ മെയിൻ ലൈറ്റ്, പിന്നെ അണ്ടർ ക്യാബിനറ്റ് ലൈറ്റ്സ് കൊടുക്കാം. ബാത്റൂംസിൽ ലൈറ്റിംഗ് പ്രോപ്പറായിട്ട് കൊടുക്കുക. സോ ദാറ്റ് നിങ്ങൾ ഒരുങ്ങുന്ന സമയത്ത്, മേക്കപ്പ് ഇടുന്ന സമയത്തൊക്കെ കറക്റ്റായിട്ടുള്ള ലൈറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും അല്ലേ. ഇൻക്ലൂഡിങ് വാർഡ്രോബ്സിൻ്റെ അകത്തും ലൈറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് എല്ലാ ഡ്രസ്സസിനെയും എല്ലാ ഉടുപ്പുകളൊക്കെ സ്പോട്ട് ചെയ്യാനും എളുപ്പമായിരിക്കും. അവിടെ ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അവെയർ ആയിരിക്കാനും പറ്റും, ദാറ്റ് ഓക്കെ ഇത് ഇറ്റ്സ് ടൈം ടു ക്ലീൻ എന്നുള്ളത് അല്ലേ. 5ാമത്തെ പോയിന്റ് എന്താണ്? ഇൻകോർപ്പറേറ്റ് നേച്ചർ. അതായത് വെളിയിലും അകത്തുമായിട്ട് നമ്മൾ പ്രകൃതിയെ നമ്മുടെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുക. എങ്ങനെയാണ്? ഇൻഡോർ പ്ലാന്റ്സ് വെക്കുകയും ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ജനലുകൾ, ഇപ്പം നിങ്ങൾ കെട്ടുന്ന വീടാണെങ്കിൽ നമ്മുടെ ജനലുകളൊക്കെ കുറച്ചുകൂടെ വലുതാക്കി വെളിയിലുള്ള ഗാർഡൻ സ്പേസ് നിങ്ങൾക്ക് വീട്ടിൻ്റെ അകത്തിരുന്ന് ആസ്വദിക്കാനും പറ്റുക. ചെടികൾ മാത്രമല്ല കേട്ടോ, നാച്ചുറൽ ആയിട്ടുള്ള എലിമെന്റ്സ് വീട്ടിൽ കൊണ്ടുവരാം. എപ്പോഴും സൂതിങ് ആയിട്ടും കംഫർട്ടിംഗ് ആയിട്ടും കോസി ആയിട്ടുള്ള ഒരു സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് വെക്കുക, പ്ലാന്റ്സ് വെക്കുക. മാത്രമല്ല ബ്രിക്സ്, സ്റ്റോൺസ് കൊണ്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ വാൾ ക്ലാഡിങ്സ് കൊടുക്കാം.
വുഡ് കൊണ്ടുള്ള മെറ്റീരിയൽ നമുക്ക് പല പല ഫർണിച്ചർ, അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഫുൾ അപ്ഹോൾസ്റ്റേർഡ് ആയിട്ടുള്ള ഫർണിച്ചർ ആണെങ്കിലും ഏതെങ്കിലും ഒരു ആക്സെന്റ് ചെയർ അറ്റ്ലീസ്റ്റ് വുഡ് കൊണ്ട് കൊടുക്കുക. വുഡും നേച്ചറിന് ചേർന്നിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ. ഫാബ്രിക്കിലും ഇങ്ങനെ നമുക്ക് നേച്ചറിന് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്, പിന്നെ ഇപ്പൊ നമ്മളൊരു വാൾ ഹാങ്ങിങ് വെക്കുന്നുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഡൈസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക്കിനെ തന്നെ ഫ്രെയിം ചെയ്ത് നമുക്ക് വെക്കാം. ഇങ്ങനെ ഓരോ സ്പോട്ടിലും നമുക്ക് വേണമെങ്കിൽ നേച്ചറിനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഐഡിയ. ആറാമത്തെ പോയിന്റ് എന്താണ്, ഞാൻ എപ്പോഴും എംഫസൈസ് ചെയ്യുന്നതാണ് ഡീക്ലട്ടർ. ഡീക്ലട്ടർ മാത്രമല്ല, ആൻഡ് യൂസ് സ്മാർട്ട് സ്റ്റോറേജ് എന്നുള്ളതാട്ടോ. അപ്പൊ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ഡിസൈനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടിയും ഇരിക്കുന്നു. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. അവിടെ അതിന് ഒരു പേർപ്പസും ഇല്ല ആ സാധനം അവിടെ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് വേണ്ടതല്ല. അതപ്പോൾ തന്നെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക, അല്ലെങ്കിൽ വല്ലവർക്കും എടുത്ത് കൊടുക്കുക. സോ അതാണ് നമ്മൾ ഡീക്ലട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡീക്ലട്ടർ എന്ന് പറയുമ്പം എല്ലാ സാധനങ്ങളും ഒതുക്കി പിറക്കി അകത്ത് ഡംപ് ചെയ്യാൻ മാത്രമല്ല, വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗിവിങ് ഇറ്റ് അവേ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഉള്ള സാധനങ്ങൾ ഇപ്പം കുട്ടികൾ ടോയ്സ് ആയിരിക്കാം, ബുക്സ് ആയിരിക്കാം, നമ്മുടെ തുണികളായിരിക്കാം, പാത്രങ്ങൾ, ഈ 4 സാധനങ്ങളാണ് ഒരു വീട്ടിൽ ക്ലട്ടർ ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതിനായിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലേസ് അസൈൻ ചെയ്യുക. മൈക്രോ ഓർഗനൈസേഷൻ പോസിബിൾ അല്ല. അതായത് ഓരോന്നിനും ഓരോന്നിന്റെ ഒരു അസൈൻ സ്പേസിൽ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡ്യൂ ടു നമ്മുടെ ഒരു ഹാബിറ്റ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം കൺസ്ട്രെയിൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലേ. അപ്പൊ അങ്ങനെ സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ ഞാൻ പറയും മാക്രോ ഓർഗനൈസേഷൻ നിങ്ങൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇപ്പൊ മെഡിസിൻസിന് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഓരോരോ കൊച്ചു കൊച്ചു ബോക്സ് ആക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചിലരെന്ത് ചെയ്യും, അവിടെ ഇവിടെയൊക്കെ സ്കാറ്റേഡ് ആയിട്ടിടും. അതിനേക്കാളും ഞാൻ പറയുന്നത് ഒരു ബോക്സ് മേടിക്കുക, ഒരു വലിയ ബോക്സ്, എല്ലാ മെഡിസിൻസും അതിൻ്റെ അകത്ത് തന്നെ ഇടുക. അതായത് ഇപ്പം എമർജൻസി മെഡിസിൻസ് എന്തുണ്ടെങ്കിലും, ഒന്നും അല്ലാന്നുണ്ടെങ്കിലും കുറച്ച് സമയം എടുത്താലും ഈ മെഡിസിൻസ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതെല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഒന്ന് തപ്പിയെടുത്താൽ മതിയാവും അല്ലേ. സോ അതിനെയാണ് മാക്രോ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സെയിം അപ്ലൈസ് ടു ടോയ്സ്, ക്ലോത്ത്സ്. ഇപ്പം എല്ലാം കൂടി ഇപ്പം ഒരുമിച്ച് അയൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വാഷ്ഡ് ആൻഡ് പ്രസ്ഡ് അല്ലാത്ത പക്ഷെ വാഷ് ചെയ്ത ക്ലോത്ത്സ് ആണെങ്കിൽ അതെല്ലാം കൂടെ ഒരു ബിന്നിലാക്കുക. എന്നിട്ട് ആവശ്യമുള്ള തുണികൾ അപ്പോൾ എടുത്ത് അയൺ ചെയ്തിടുക. അതൊരു ഐഡിയൽ സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഇപ്പം നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതേ ഒരു ഈസി വേ ഔട്ടായിട്ട് ഞാനത് പറയുന്നതാണ്. കഴിവതും അവോയ്ഡ് ഓപ്പൺ ഷെൽഫ്സ്. പിന്നെ എല്ലാം എങ്ങനെ ക്ലോസ് ഷെൽഫ്സ് ആണെങ്കിലും കാണാനായിട്ട് കുറച്ച് ഓഫ് ആയിരിക്കും അല്ലേ. സോ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒരു എന്താ പറയുക, ഒരു നെയിം സേക്കിന് കുറച്ച് ഓപ്പൺ ഷെൽഫ്സ് കൊടുക്കുക. ഒരു ബേസിക്കലി ഒരു ചിട്ട ഡെലിബറേറ്റ് ആയിട്ട് വരുത്താൻ നോക്കുക. ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കൊണ്ടുപോയി തിരിച്ച് വെക്കാനായിട്ട് ഒരു 5-10 മിനിറ്റിന്റെ ആവശ്യമേ വരുള്ളൂ. അത് എല്ലാ ദിവസവും ചിട്ടയ്ക്ക് രാത്രി അത് ചെയ്യുക. അത് നിങ്ങൾ ഒരാൾ മാത്രം ചെയ്യുന്നതിൽ കാര്യമില്ല, ദ ഹോൾ ഫാമിലി ഹാസ് ടു പിച്ച് ഇൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നടക്കത്തില്ല അല്ലേ. 7ാമത്തെ പോയിന്റ് എന്താണെന്നറിയോ, ഷോക്കേസ് യുവർ സ്റ്റോറി. എന്താണ് ഷോക്കേസിങ് യുവർ സ്റ്റോറി എന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു പേഴ്സണാലിറ്റി അവിടെ കാണണം നമ്മൾ അല്ലേ. ഒരു ഷോറൂം പോലെ സെറ്റപ്പ് ചെയ്ത് വെക്കുന്നതിൽ അർത്ഥമില്ല. നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ റിഫ്ലക്റ്റ് ചെയ്യണം. ഈ പറയുന്ന ഞാൻ മുന്നേ പറഞ്ഞ പല കാര്യങ്ങൾ ചെയ്യുന്ന മാത്രമല്ല, ചുമ്മാ ഒരു പീസ് വെക്കുന്നതിനേക്കാളും നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു സാധനമാണെങ്കിൽ അത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന സ്ഥലത്ത് പോയപ്പോഴത്തേക്കും നമ്മളിത് മേടിച്ചു, അല്ലെങ്കിൽ ഇന്നാരെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു സാധനമാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ പെയിന്റ് ചെയ്തൊരു സാധനമാണ്. ഇപ്പൊ എൻ്റെ വീട്ടിൽ കാണുന്ന പല സാധനങ്ങളും ഞാൻ അതിനൊരു സ്റ്റോറി ഉണ്ടായിരിക്കും. ഞാനത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതല്ല. അപ്പം ഞാൻ അതിനു വേണ്ടി കുറച്ച് സ്ഥലങ്ങൾ വിട്ടേക്കും. എന്ന് വെച്ചാൽ ഓക്കെ, അത് കുറച്ച് സമയം എടുത്താലും സാരമില്ല, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് മേടിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് എംപ്റ്റി സ്പേസ് എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണും. സോ അപ്പൊ ഇവിടെ അറേഞ്ച് ചെയ്യുന്ന സമയത്തും വാൾ ഹാങ്ങിങ്സ് എന്താ വെക്കാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോള് തന്നെ വരച്ച സാധനം എനിക്ക് വെക്കാനാണ് തോന്നിയത്. അപ്പൊ അതിനൊരു പേഴ്സണലൈസ്ഡ് ഒരു ഫീൽ ഉണ്ടല്ലേ. അപ്പൊ വരയ്ക്കാൻ അറിയാത്തവർ ഓബ്വിയസ്ലി നമ്മൾ മേടിച്ചു വെക്കണം. പക്ഷെ പെയിന്റ് ചെയ്ത ആർട്ടിസ്റ്റ് ആരാണെന്ന് അറിഞ്ഞിട്ടെങ്കിലും അത് നമ്മൾ മേടിക്കുക. ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ വീട്ടിൽ ഒരു രാധാകൃഷ്ണ പെയിന്റിംഗ് ഉണ്ട് കേട്ടോ. അൺഎക്സ്പെക്ടഡ്ലി നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഗ്ലാസ് ഫാക്ടറിയിൽ പോയ സമയത്ത് അവിടെ വെച്ചിരുന്ന ഒരു പെയിന്റിംഗ് ആണ്. അപ്പം അവിടുത്തെ ആർട്ടിസ്റ്റ്, അതായത് എല്ലാ ഗ്ലാസ് ഫാക്ടറീസിലും ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവും. പുള്ളിയുടെ സമയം ഇങ്ങനെ എക്സ്ട്രാ ടൈമിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വരയ്ക്കും. അതിങ്ങനെ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. ദൂരെ കണ്ടിട്ട് ഞാൻ പോയി ചോദിച്ചു. പിന്നെ അവരെ പരിചയപ്പെട്ട് എന്നിട്ട് പുള്ളിയുടെ അടുത്ത് നിന്ന് ഞങ്ങളൊരു പെയിന്റിങ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ആ പെയിന്റിങ് ഞങ്ങൾ മേടിച്ചതാണ്. പിന്നെ ആ പെയിന്റിങ് കാണുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ ആരാ പെയിന്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളിനെ ഓർക്കാനുള്ള ഇടവരും. അർത്ഥം നമ്മുടെ എല്ലാ ഫർണിച്ചറും എല്ലാ സാധനങ്ങളും ഒരു സ്റ്റോറി പോലെ ക്രിയേറ്റ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ.
നമ്മളൊരു സാധനം പോയി മേടിക്കുമ്പോഴും നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അത് ചേരുന്നുണ്ടോ എന്ന് നോക്കി മേടിച്ചാൽ മതി. പക്ഷേ എല്ലാം പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് ഒരേ സമയത്ത് തന്നെ ചെയ്യണം എന്നില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 8ാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഇസ് കളർ പാലറ്റ്. നമുക്ക് നമ്മുടെ വീട് അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് കളേഴ്സ് പ്ലേ എ മേജർ റോൾ. അപ്പോൾ കളേഴ്സ് എന്ന് പറഞ്ഞാൽ വാൾസിലൊക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് കൊടുക്കുക, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെപ്പോഴും യു കനോട്ട് പ്ലേ അറൗണ്ട് വിത്ത് ഓൾ പ്രൈമറി കളേഴ്സ്. പ്രൈമറി കളേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, ഇങ്ങനത്തെ മേജർ പ്രൈമറി കളേഴ്സ് അല്ലേ. പക്ഷെ ഞാൻ ബേസിക്കലി പറയുന്നത് 2 or 3 മെയിൻ കളേഴ്സ് വെച്ചിട്ട് വേണം നമ്മൾ പ്ലേ അറൗണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴും ഒരു ന്യൂട്രൽ കളർ കൊടുക്കുക വാൾസിലൊക്കെ. ഇപ്പം ഈ കളർ കാണുന്നത് ഒരു ഓഫ് വൈറ്റ് കളറാണ് ഈ വാളിൽ കാണുന്നത്. ലൈറ്റ് ന്യൂട്രൽ ഷെയ്ഡ്സ് ആണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന സ്പേസ്. അത് കഴിഞ്ഞിട്ട് അതിനോട് ചേരുന്ന കോമ്പിനേഷൻ ഓഫ് കളേഴ്സ്. ഇപ്പം എന്താ പറയുക, ഗ്രേ ഷെയ്ഡ്സ് ആകുമ്പോഴത്തേക്ക് വൈറ്റ്, ഗ്രേ, പിന്നെ അതിനോടൊപ്പം എന്തെങ്കിലും ഒരു ഡാർക്ക് കളർ കൂടി നമുക്ക് കൊടുക്കാം. ഇപ്പം ബ്രൗൺ ആണെങ്കിൽ ലൈറ്റസ്റ്റ് ബേജ് അല്ലെങ്കിൽ വൈറ്റ് തന്നെ വെച്ചോളൂ. വൈറ്റ് വാൾസിൽ ബ്രൗൺ, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് പോയിട്ട് പിന്നെ യു ക്യാൻ യൂസ് ഗ്രീൻ ആസ് എ സ്റ്റാൻഡ് ഔട്ട് കളർ. കഴിവതും വാൾസ് നമ്മൾ വളരെ ഡാർക്ക് ഷെയ്ഡ്സ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ അങ്ങനെ കൊടുക്കാതിരിക്കുക. ബിക്കോസ് അത്ര പെട്ടെന്ന് നമുക്ക് വാൾസിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അതേ സമയത്ത് മൂവബിൾ ആയിട്ടുള്ള ഫർണിച്ചർ, പിന്നെ വാൾ ഹാങ്കിങ്സ്, അതിലൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് കൊണ്ടുവരാനായിട്ട് നോക്കുക. അപ്പോൾ വാൾ കളേഴ്സിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് പണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതിൽ പോയി നോക്കുകയാണെങ്കിൽ കുറേ കൂടെ ഡീറ്റെയിൽഡ് ഐഡിയാസ് കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഓൾവേസ് ഐ സേവ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ് അല്ലേ, സിമെട്രി ആൻഡ് അലൈൻമെൻറ്റ് എന്നുള്ള വാക്ക് ഡിസൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഡിസൈൻ ഫ്ലോപ്പ് ആകാതെ ഒരു ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സിമെട്രിക്കലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അത് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ കട്ടിലെടുത്ത് നമ്മൾ ജനലിൻ്റെ ഒരു അറ്റത്തിടുന്നതിന് പകരം ആ കട്ടിൽ ഒരു വാളിൻ്റെ നടുക്കാക്കിയിട്ട് അപ്പുറവും ഇപ്പുറവും 2 നൈറ്റ് സ്റ്റാൻഡ്സ് വെക്കുമ്പോൾ തന്നെ സിമെട്രി ക്രിയേറ്റ് ചെയ്തു. സിമെട്രീനെ കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് എക്സ്ക്ലൂസീവ് വീഡിയോ ഇടാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അസിമെട്രിക്കലായിട്ടും ബ്യൂട്ടിഫുൾ ഡിസൈൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. പക്ഷെ ആ അസിമെട്രിയിലും ഒരു അലൈൻമെൻറ്റ് വേണം. അല്ല പല അസിമെട്രിക്കൽ ആയിട്ടുള്ള പെയിൻറ്റിങ്സും ഇതും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അപ്പീലിംഗ് ആയിട്ട് തോന്നത്തില്ല. സിമെട്രി എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എലിഗൻ്റ് ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ചില കാര്യങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് റിപ്പീറ്റ് ചെയ്തതുപോലെ നിങ്ങൾക്ക് തോന്നാം സ്ഥിരമായിട്ട് ഈ ചാനൽ കാണുന്നവർക്ക്. ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്താലേ അതിന് ചിലപ്പോൾ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ മേജർ ബിസിനസ് എല്ലാം ബാംഗ്ലൂരിൽ ഞാൻ മതിയാക്കിയിട്ട് ഇപ്പോൾ US താമസിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും ഓൺലൈനായിട്ട് ചില സമയങ്ങളിൽ ഞാൻ കൺസൾട്ടേഷൻ ചെയ്യാറുണ്ട്. ഇന്ത്യയിലുള്ള ക്ലയൻസ് ആകുമ്പോഴത്തേക്ക് ഓബ്വിയസ്ലി ഓൺലൈനിലേ പറ്റത്തുള്ളൂ. പക്ഷെ അതിന് തന്നെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് എൻഹാൻസ് ചെയ്ത് എല്ലാവർക്കും കുറേ കൂടെ അഫോർഡബിൾ ആയിട്ട് എൻ്റെ സർവീസ് ഇരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനൊരു ഓൺലൈൻ ഡിസൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. സോ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പക്ഷെ ടിൽ ദെൻ നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് രസിക്കുക. ആൻഡ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറേ ഇൻപുട്സ് കിട്ടും കേട്ടോ. സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഫോർ ഡിസൈനേഴ്സ്, നിങ്ങൾ യങ് ഡിസൈനേഴ്സ് ആണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, നിങ്ങൾക്കൊക്കെ ഇത് വല്ലാണ്ട് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ചാനലാണെന്ന് പറഞ്ഞ്. നിങ്ങൾ ഇനിയും കുറേ കൂടെ നിങ്ങളുടെ ആവശ്യം എന്താണ്, ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എൻ്റെ അടുത്ത് എഴുതണം. സോ ദാറ്റ് ഐ ക്യാൻ ഹെൽപ്പ് യു ഓൾ ഔട്ട്. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.